ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം റോ എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ജോലിക്കാരനായിരുന്നു. പ്രസ്ഥാനമല്ല, ഗവൺമെൻറ് അല്ലേ, ഒരു ഏജൻസിയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ അതിനോട് ബന്ധപ്പെട്ട് രഹസ്യമായി പോയി പല അന്വേഷണങ്ങളും പല പരിപാടികളും നടത്തിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഉള്ള ഒരു വ്യക്തിയായിരിക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ ജിൽജിത്ത് ബ്രദറിനേക്കാൾ തീഷ്ണതയോടുകൂടിയാണ് സുവിശേഷത്തിന് വേണ്ടി പോകുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ കൂടെ പോയൊരു ജൻസൺ ബ്രദറും പ്രിജു ബ്രദറും പിന്നെ ജിൽജിത്ത് ബ്രദർ, നമ്മൾ ഇത്രയും പേരാണ് പോയത്. ഞങ്ങളെക്കാളൊക്കെ ആവേശത്തോടെ അദ്ദേഹം നിൽക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ പിന്നിലെ രഹസ്യം വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ യേശുവുണ്ട്. യേശുവുള്ളവരെ ഒതുക്കാൻ പറ്റിയല്ല. യേശുവുള്ളവർ ഒരിടത്തും തകർന്നു പോകുന്നവരല്ല. യേശുവുള്ളവർക്ക് നിരാശയില്ല. യേശുവുള്ളവരുടെ മനസ്സിൽ പ്രത്യാശയാണ്, അവരുടെ മുഖത്തൊരു തേജസ്സാണ്, അവരുടെ കൂടെ ദൈവസാന്നിധ്യമുണ്ട്. കുഞ്ഞെ, നിന്റെ കൂടെ യേശു നിന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുക. നിന്റെ വീടിൽ ചുമരിൽ തൂക്കാൻ വേണ്ടിയല്ല യേശു വരുന്നത്. നിന്റെ ഹൃദയത്തിൽ അവനെ പ്രതിഷ്ഠിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം അവൻ മാറ്റിമറിക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തെക്കാളൊക്കെ തകർന്നൊരു ജീവിതമായിരുന്നു എൻ്റെത്. പക്ഷെ 30ാമത്തെ വയസ്സിൽ എൻ്റെ യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അവൻ എന്നെ ജയാളിയായി തന്നെ നടത്തുന്നു. പറഞ്ഞ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എൻ്റെ ബാങ്ക് ബാലൻസ് കോടികളാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്ക് ഒന്നിനും കുറവില്ല. എനിക്കൊന്നിനും കുറവ് വരുവാൻ അവൻ സമ്മതിക്കുന്നില്ല. എനിക്ക് വീട് തരുവാൻ ദൈവം സമയമായപ്പോൾ ദൈവം വീട് തരും. എനിക്ക് വാഹനം ആവശ്യമുള്ളതിന് ദൈവം വാഹനം തരും. എനിക്കെല്ലാം തരുവാൻ ദൈവം മതിയായവനാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഞാനീ പറഞ്ഞതുപോലെ പറഞ്ഞു നോക്കണം. നിങ്ങൾ നിരാശയോടുകൂടെ ഒരു ക്രിസ്ത്യാനി അങ്ങനെ പറയരുത്. എൻ്റെ ദൈവം വലിയവനാണ്, അവൻ ഈ പ്രപഞ്ചത്തെ പടച്ചവനാണ്, അവൻ സകലത്തിൻ്റെ സൃഷ്ടാവാണ്, സകലത്തെയും തൻ്റെ ശക്തിയുടെ കരത്താൽ താങ്ങി നിർത്തുന്നത് ഈ ദൈവമാണ്. ഈ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് യേശുവാണ്. നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ എത്ര ഇൻഫ്ലുവൻസ് നിറഞ്ഞു നിൽക്കുന്നിടത്തും ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ ചരിത്രങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്നവനാണ് ഈ ദൈവം. ഒരു പ്രവചനം നിനക്ക് നേരെ വന്നാൽ അതിനെ നിവർത്തിക്കാൻ ദൈവം ശക്തനാണ്. ഈ ലോകത്തിൽ എത്ര ശക്തമായ ഭരണകൂടത്തെ അവൻ തള്ളിമറിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. എത്രയോ ദ്വീപുകൾ ജീവിതത്തിൽ നമ്മൾ ഉത്സവ ലഹരിയിൽ ലോകത്തിന്റെ പാപങ്ങൾ നിറഞ്ഞു നിന്ന പേക്കൂത്തുകൾ നിറഞ്ഞ ചില മണ്ഡലങ്ങളെയെല്ലാം ദൈവം കാലഹരണപ്പെടുത്തി കളഞ്ഞു. ചില രാജ്യങ്ങൾ അപ്രസക്തമായി, ചില രാജ്യങ്ങൾ ചരിത്രത്തിൽ തന്നെ ഇല്ലാതായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 33ാമത്തെ വയസ്സിൽ ഈ ഭാരതത്തെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ആവേശത്തോടെ ഇറങ്ങി വന്ന അലക്സാണ്ടർ ചക്രവർത്തിയെ ഒരു മലമ്പനിയുടെ മുമ്പിൽ കീഴടക്കി അവൻ പോകുന്നേരം 2 കൈകളും പുറത്തേക്കിട്ടിട്ട് അലക്സാണ്ടർ തന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, എന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ 2 കൈകളും പുറത്തേക്ക് ഇട്ടേക്കണം. ഈ കൈകളിൽ ഒന്നുമില്ല എന്ന് ലോകം അറിയണം. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. മനുഷ്യ, ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നീ ഓടി നടക്കുമ്പോൾ ഒരു രാത്രിയിൽ നിന്റെ പ്രാണനെ നിനക്ക് തന്നവൻ തിരികെ ചോദിച്ചാൽ നീ എന്താ അതിന് പകരമായി കൊടുക്കും? ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇനി ജീവിക്കുന്നെങ്കിൽ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കണം. യേശുവിൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സാക്ഷി പരാജയപ്പെട്ടവനല്ല. പരാജയപ്പെട്ടവനെ യേശുവിന് വേണ്ട. അവൻ യേശുവിൻ്റെ സാക്ഷിയല്ല, അവൻ പിശാചിൻ്റെ സാക്ഷിയാണ്. അവൻ ജയോത്സവമായി നടക്കുന്നവനാണ്. എന്തിനൊക്കെ? പാപത്തെയും ലോകത്തെയും പിശാചിനെയും ഈ ലോകത്തിന്റെ മതങ്ങളുടെയും ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളുടെയും ഇവിടുത്തെ പൈശാചിക ശക്തികളെ മേലും ഈ ലോകത്തിലെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം കിട്ടിയവനായ ജയാളിയായ ഒരു വ്യക്തിയായി നിന്നെ ക്രിസ്തുവിൽ തീർക്കുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീയായി പ്രതിഷേധിക്കരുത്. നിന്റെ ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ അത്ഭുതകരമായി അവൻ നിന്നെ ഉയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഒരു മിറക്കിൾ നടക്കുകയാണ്. വേദപുസ്തകത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൽ 7 അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 40ഓളം വിവിധങ്ങളായ അത്ഭുതങ്ങൾ 4 സുവിശേഷങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു ചെയ്തത്. 20ാം അധ്യായത്തിലേക്ക് വന്നാൽ യേശു ചെയ്ത മറ്റനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്. 20ാം അധ്യായത്തിന് 30ാം വാക്യം പറയും, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ വെളിപ്പെടണം. വെറും തിയോളജി പഠിപ്പിക്കൽ മാത്രമല്ല സഭ, വെറും ഒരു സുവിശേഷ പ്രസംഗം മാത്രമല്ല, അത് ജീവിതങ്ങളെ പണിയലാണ്. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് പ്രസംഗിക്കാനേ കഴിയൂ, പക്ഷേ ഇതിനകത്തിറങ്ങി നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ഒരുവൻ വ്യാപരിക്കുന്നുണ്ട്. അവന്റെ പേര് നസറാനായ യേശുവെന്നാണ്. മർക്കോസിന്റെ സുവിശേഷം 16ാം അധ്യായം 19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അവനോ ഇങ്ങനെ അരുളി ചെയ്ത ശേഷം പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി അവരോ സകലയിടത്തും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. അവനോ
അവരാൽ നടന്ന അടയാളങ്ങളാൽ തൻ്റെ വചനത്തെ ഉറപ്പിച്ചു പോന്നു എന്നാണ് ദൈവവചനം പറഞ്ഞത്. തന്നെയല്ല, അവരോടുകൂടെ പ്രവർത്തിച്ചും, അല്ലേ? അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ തൻ്റെ വചനത്തെ ഉറപ്പിച്ചും പോന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഉറപ്പിക്കപ്പെടുന്നത് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഇത് യേശുവിൻ്റെ വചനമാണ് നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അത്ഭുതം പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ആ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ചിലരുടെ ജീവിതത്തിൽ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുക. കാരണം അതിനൊരു പ്രോസസ്സുണ്ട്. നിനക്കൊരു പ്രൊമോഷൻ വേണമെങ്കിൽ, ഒരു ഓഫീസിൻ്റെ കാര്യത്തിൽ ചിലരെ ഒന്ന് മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചിലരെ വീണ്ടും വേറൊരു ഹയർ തലത്തിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു കാലം കാത്തിരിക്കാൻ വേണ്ടി ദൈവം പറയുക, നീ ഭയപ്പെടേണ്ട, നീ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം മറുപടി അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ അത്ഭുതം വരുന്നുണ്ട്. അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. 1-ാം നൂറ്റാണ്ടിൽ തീർന്നു പോയിട്ടില്ല. പ്രിയ സഹോദര സഹോദരി, അന്യഭാഷയല്ല ദൈവത്തിന്റെ അത്ഭുതം. ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യന്റെ രൂപാന്തരമാണ്. രണ്ടാമത്തെ അത്ഭുതം മരിച്ചവനെ ഉയർപ്പിക്കുന്നതാണെങ്കിൽ, മൂന്നാമത്തെ അത്ഭുതം നമ്മളതിന്റെ കാറ്റഗറി നോക്കിയാൽ എത്രയോ അത്ഭുതങ്ങൾ അവൻ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്തു വരുത്തുകയാണ്. മരണശയ്യയിൽ കിടക്കുന്നവരെ പോലെ എഴുന്നേൽപ്പിച്ച് ഓടിച്ചാടി നടത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപ നമ്മുടെ മധ്യേ വ്യാപരിക്കുകയാണ്. കരങ്ങളെ അടിച്ച് നന്നായിട്ട് ഉണർവോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവർക്ക് എപ്പോഴാണോ യേശുവിൻ്റെ അത്ഭുതം വെളിപ്പെടേണ്ടത് ആ സമയത്ത് കർത്താവോട് വെളിപ്പെടുകയാണ്. ഇവിടെ നമ്മൾ യേശുവിൻ്റെ അമ്മയായ മറിയത്തിലേക്ക് വരാം. യേശു ഒരിക്കൽ പോലും അമ്മയെന്ന് വിളിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഒത്തിരി പേര് അമ്മയെന്നും വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വിളിക്കേണ്ടതില്ല, യേശു വിളിച്ചത് സ്ത്രീയെ എന്നാണ്. യേശുവിൻ്റെ അമ്മയായ മറിയം നമ്മുടെ അമ്മയല്ല, യേശുവിൻ്റെ അമ്മയാണ്. വന്നു പിറക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തൊരു ഉദരമാണ് യേശുവിൻ്റെ അമ്മയുടേത്. ആ സ്ത്രീയിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. യേശു തൈരും തേനും ഉപജീവിച്ചുകൊണ്ട് ജീവിച്ചുവെന്നാണ് ഇമ്മാനുവൽ പ്രവചനത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഇനിയിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കുന്നില്ല, അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. വിവാദമാക്കാൻ ഇപ്പോൾ സമയമില്ല, അതുകൊണ്ടാണ്. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞു. അമ്മയെന്ന് വിളിക്കണമെങ്കിൽ അമ്മയാണോ വലുത്, മകനാണോ വലുത്? യേശുക്രിസ്തു താൻ സൃഷ്ടാവെന്ന നിലയിലാണ് ഈ സ്ത്രീയോട് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. യേശു അവൾ വെച്ചു വിളമ്പുന്ന തീന്മേശയിലിരുന്ന് അവൾ വെച്ചു വിളമ്പുന്ന ചോറും കറിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രാത്രിയിലും അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ വ്യക്തി പ്രാർത്ഥിക്കുന്ന അപ്പൻ, പിതാവെന്ന് പറയുന്ന സ്വർഗസ്ഥനായ പിതാവ്, അവൻ്റെ പുത്രനാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. തൻ്റെ മുമ്പിൽ ഇരുന്ന് ഉണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ സാധാരണ മനുഷ്യനല്ല. ഇത് അവൾക്കറിയാം. 30-ാമത്തെ വയസ്സുവരെ ചോറും കറിയും കൊടുത്തു വിളമ്പി വളർത്തിയ ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ തെറ്റിപ്പോയി. ഈ സ്ത്രീ എപ്പോഴും മനസ്സിലാക്കിയത്, ഇത് എൻ്റെതല്ല, ഇത് ദൈവമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്നാണ്. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. അവൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവളുടെ മനസ്സും അവളുടെ കണ്ണും യേശുവിൻ്റെ കണ്ണിലേക്കാണ് പോകുന്നത്. കാരണം താൻ പ്രാർത്ഥിക്കുന്നത് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മനുഷ്യരൂപത്തെ, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച ഈ ദൈവത്തിലേക്കാണ് ചെന്ന് ചേരുന്നത് ഈ പ്രാർത്ഥന എന്ന് അവൾക്ക് നന്നായി മനസ്സിലാകുന്നു. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. ഏത് പ്രാർത്ഥനകളും ഏത് ആരാധനകളും അവൾ 30-ാമത്തെ വയസ്സുവരെ ചെയ്യുമ്പോഴും അവളുടെ പ്രതീക്ഷ, നിങ്ങൾക്കറിയാം, മറിയത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. തൻ്റെ ഉദരത്തിൽ പിറന്ന ഈ കുഞ്ഞ് സാധാരണ ഒരു മനുഷ്യനല്ല, ഇത് ദൈവപുത്രനാണ് എന്ന്. ഈ രഹസ്യം ഉള്ളിൽ പേറിക്കൊണ്ട് 30-ാമത്തെ വയസ്സുവരെ ആത്മഭാരത്തോടെ ജീവിക്കുകയാണ്. ഇനി ഇതിനൊരു സാധൂകരണം ഉണ്ടാകണം, ഇതിനൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടാകണം, ഇതിന് ഒരു മറുപടി ഉണ്ടാകണം, ഇവൻ ദൈവമാണെന്ന്. എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? ആളുകളോട് പ്രസംഗിച്ചത് കൊണ്ടൊന്നും കാര്യമായില്ല. യെരുശലേം ദേവാലയത്തിന്റെ മുകളിൽ ചെന്നത് താഴോട്ട് ചാടിയത് കൊണ്ട് ആരും വിശ്വസിക്കുകയൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യണം? മശീഹയെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ ഒന്നൊന്നായി അവനിലൂടെ അനാവരണം ചെയ്യപ്പെടണം. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. മറിയം യേശുവിനോട് ചെന്ന് പറയുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന. ഇതുപോലെയുള്ള നിരവധി സന്ദർഭങ്ങളിൽ യേശുവേ, നീ ഈ ദൈവപുത്രനാണെന്നൊന്ന് വെളിപ്പെടുത്തണം. ഈ മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ നിന്ദയെ മാറ്റണം, എൻ്റെ ഭാരത്തെ മാറ്റണം. 30 വയസ്സുവരെ ഞാൻ ഏതോ അവീതവർഗ ഗർഭത്തിൽ ഒരു കുഞ്ഞിനെ പിറന്നു എന്ന് ഒരുപക്ഷെ നാട്ടുകാരുടെ ഇടയിൽ പതക്കം പറയുന്നുണ്ടാകാം. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഞാനും പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിലല്ല കുഞ്ഞെ ദൈവം വെളിപ്പെടുന്നത്. ദൈവം ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ട്. അവൻ തക്ക സമയത്ത് വരും, ഒട്ടും വൈകുകയില്ല, ഒട്ടും മുന്നമേ വരികയില്ല. യേശു ആ സ്ത്രീയോട് പറഞ്ഞത്,
ഇപ്പോൾ എൻ്റെ നാഴിക വന്നിട്ടില്ല, ഇപ്പോൾ എൻ്റെ നാഴിക വന്നിട്ടില്ല. സ്ത്രീയെ, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇനിയും ഇതുവരെ ആയിട്ടില്ല എന്ന് ആ സ്ത്രീയോട് പറയുമ്പോൾ ആ സ്ത്രീയുടെ പ്രാർത്ഥന റിജക്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും പിന്നെയും അവൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയായി നിലകൊള്ളുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നിരസിക്കപ്പെട്ടാലും ദൈവത്തിന്റെ സന്നിധിയിൽ പിന്നെയും നീ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ വിശ്വസ്തനാണെന്നാണ്. നീ ചോദിച്ച അനുഗ്രഹം ഞാൻ തരില്ല എന്ന് വെട്ടിമുറിച്ച് പറഞ്ഞിട്ടും അവന്റെ സന്നിധിയിൽ നിന്ന് പോയില്ല. അവൾ പറഞ്ഞത് കണ്ടോ? പരിചാരകരോട് ഇവൻ വല്ലതും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവളൊരു ലൂപ്പ് ഹോൾ അതിൻ്റെ അകത്ത് കണ്ടു. കർത്താവ് പറഞ്ഞതിൻ്റെ അകത്ത് യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വന്നാൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആ ഒരു വചനത്തിലേക്ക് വരാം. ഏതാണ് ഈ ഒരു പഴുത് അവൾ കണ്ടത്? യേശു അവളോട് പറഞ്ഞത് 4-ാം വാക്യം. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പറഞ്ഞ ഇതുവരെ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വരികില്ലെന്നല്ല, ഇതുവരെ വന്നിട്ടില്ല. അവൾ ആ വാക്കിൽ പിടിച്ച് അവിടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു സാധാരണ സ്റ്റേറ്റ്മെന്റ് അല്ല യേശു പറഞ്ഞത്. യേശു ചെയ്യുകയില്ലെന്നല്ല പറഞ്ഞത്, ചെയ്യാൻ സമയമാകുമ്പോൾ ഞാൻ ചെയ്യും. ഇതുവരെ വന്നിട്ടില്ല, നാഴിക വന്നിട്ടില്ല, പക്ഷെ ഞാനത് ചെയ്യും. അതുകൊണ്ട് ആ സ്ത്രീ അവിടെ വെയിറ്റ് ചെയ്യുക. 30 വയസ്സുവരെ അവൾ താഴ്മയോടെ കാത്തിരുന്നത് ഈ ദൈവപുത്രന്റെ വെളിപ്പാടിന് വേണ്ടിയാണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നെന്ന് റോമാലേഖനത്തിൽ പറയുന്നു. നിങ്ങളുടെയും എന്റെയും വെളിപ്പാടിനായി സ്വർഗം കാത്തിരിക്കുക, ഭൂമിയിലെ സൃഷ്ടികൾ കാത്തിരിക്കുക. നിനക്ക് ചുറ്റുമുള്ള ചേനയും ചേമ്പും വാഴയും നീ വളർത്തുന്ന മൃഗങ്ങളും നിന്റെ വെളിപ്പാടിനായി കാത്തിരിക്കുകയാണ്. മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. നിന്നെ സൃഷ്ടിച്ചത് നിന്റെ അമ്മയപ്പന്മാർക്ക് നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ നിറവേറ്റാനല്ല, സ്വർഗത്തിലെ തമ്പുരാൻ നിന്നെ കുറിച്ച് പദ്ധതി കണ്ടിട്ടുണ്ട്. ഈ ചലഞ്ച് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? എനിക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതിയല്ല, എൻ്റെ അമ്മയപ്പന്മാർക്കോ എൻ്റെ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ എൻ്റെ ദേശത്തുള്ള ഭരണാധിപന്മാർക്കോ എനിക്ക് എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല. എൻ്റെ തമ്പുരാൻ, എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് എന്നെ ഉരുവാക്കിയവൻ, എന്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവാക്കപ്പെടുന്നതിന് മുമ്പേ ജാതികൾക്ക് പ്രവാചകനായി എന്നെ നിയമിച്ചവൻ, എന്നെ സൃഷ്ടിച്ചവൻ, എന്റെ സങ്കടവേളകളിൽ എന്റെ കണ്ണുനീർ തുടച്ചവൻ, എന്റെ ഒറ്റപ്പെടുന്ന വേളകളിൽ എന്റെ കൂടെ ഇരുന്ന് എന്നെ ബലപ്പെടുത്തിയവൻ, എനിക്ക് വേണ്ടി വാദിച്ചവൻ, ഇറങ്ങി വന്നവൻ, 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി യാഗരക്തമായി സ്വന്തം ശരീരത്തിലെ ചോര ഊറ്റിത്തന്നവൻ, അവനോടുകൂടെ സകലവും എനിക്കായി നൽകാതിരിക്കുമോ? അവൻ എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ജഡമെന്ന് പറയുന്നത് മനസ്സിലാക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. നിന്റെ നിയോഗം നന്നായിട്ടൊരു കുടുംബനാഥനായി വളരുക, നിന്റെ മക്കൾക്ക് വേണ്ടതെല്ലാം സംഭരിച്ചു വെക്കുക, നല്ല അഭിമാനബോധത്തോടെ സമൂഹത്തിൽ നല്ലൊരു സ്റ്റാറ്റസ് കോ സൂക്ഷിക്കുക. ഇതൊക്കെയാണ് ലോകം നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്റെ ജഡം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തമ്പുരാൻ പറയുന്നത്, നീ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുമോ? എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ നാൾതോറും സ്വയം പരിത്യജിച്ച് നാൾതോറും ക്രൂശെടുത്ത് എന്നെ അവൻ അനുഗമിക്കട്ടെ. മരിക്കാൻ വേണ്ടി യേശുവിന്റെ പിന്നാലെ വന്നാൽ നിന്റെ അകത്ത് അത്ഭുതകരമായ ഒരു റിസറക്ഷൻ പവർ, ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ജഡത്തിന് മരിച്ചാൽ നിന്നിൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കും. ലോകത്തിന് നീ മരിച്ചാൽ നീ 7 ലോകങ്ങളെ, ഈ ഭൂലോകങ്ങളെയും മുഴങ്കാലിൽ മടക്കാൻ കഴിയുന്ന സർവശക്തനായ തമ്പുരാന്റെ പ്രതിനിധിയായി മാറും. ഇരമ്യാ 15:19 പറയുന്നത്, വിലകെട്ടവ പറയാതെ ദൈവവചനം, സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവാകും. യു വിൽ ബിക്കം മൈ സ്പോക്സ്മാൻ. നീ എന്റെ നാവാകും, നീ എന്റെ വക്താവാകും. നീ ഒരു ദേശത്തോട് പ്രവചിച്ചാൽ, മഴ പെയ്യണ്ട എന്ന് നീ തീരുമാനിച്ചാൽ അതിനെ നടപ്പാക്കാൻ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേര് സ്വന്തം ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പദ്ധതികൾ ഉണ്ടാകും? ശരി, ഓക്കെ, അവിടെ നിൽക്കട്ടെ. ദൈവത്തോടൊന്ന് ചോദിക്കാവോ, കർത്താവേ, എന്നെക്കുറിച്ച് നിന്റെ പദ്ധതി എന്താണ്? എന്നെക്കുറിച്ച് നിന്റെ പദ്ധതി എന്താണ്? എന്നോട്, ഞാൻ എറണാകുളത്ത് പോയ മനുഷ്യൻ, അദ്ദേഹം തകർന്നു പോയ മനുഷ്യൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇന്ന് എന്നോട് കർത്താവ് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങാം. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, അമേരിക്ക എന്ന് പറയുന്നൊരു ദേശത്ത്, കാലിഫോർണിയ എന്ന് പറയുന്നൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു ജോലി ദൈവം ഒരുക്കുകയാണ്. ഇപ്പോഴത്തെ കാലം ഒരു VRS കൊടുത്തുകൊണ്ട്, ബാക്കി ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, VRS കൊടുത്തുകൊണ്ട് കാലിഫോർണിയയിലേക്ക് അദ്ദേഹത്തിന് പോകാനുള്ള അവസരങ്ങൾ ദൈവം സൃഷ്ടിക്കും. അവിടെ ചെന്നിട്ട് 5 വർഷം കാനഡയിലും അമേരിക്കയിലുമായി നിന്നതിന് ശേഷം അപ്പോഴേക്കും ഈ മനുഷ്യൻ്റെ ഉള്ളിലെ മനുഷ്യൻ കരുത്തനായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇപ്പോൾ കരുത്തനല്ല, അതുകൊണ്ടാണ് പുറം മനുഷ്യൻ പ്രതികരിക്കുകയാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു,
ഒരു വണ്ടിക്ക് ഓടിച്ചുകൊണ്ടിരുന്ന ആളുകളെ ഞാൻ അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട്, ബൈക്ക് കൊണ്ട് നിർത്തിയിട്ട് ഞാൻ എൻ്റെ വിൽ പവറൊക്കെ കാണിച്ചു. പക്ഷെ ഞാനവിടെ പരാജയപ്പെടുകയായിരുന്നു എന്ന് അദ്ദേഹം പിന്നെ സ്വയം പറയുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു തിന്മ സമൂഹത്തിൽ കണ്ടാൽ പ്രതികരിക്കാനുള്ളത് കായിക ബലം കൊണ്ടല്ല, നമുക്ക് മറ്റൊരായുധം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, പ്രാർത്ഥനയാൽ. നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. എത്ര പേരുടെ ജീവിതത്തിൽ അവർ പോലും അറിയാതെ ചരിത്രങ്ങളെ മാറ്റിമറിച്ചത് ഏതോ ഭക്തന്റെ കണ്ണുനീരാണ്. നിങ്ങളെയും എന്നെയും ഇങ്ങനെ പുൾപിറ്റുകളിൽ നിർത്തുവാൻ ഇടവരുത്തിയത് ഏതോ അമ്മച്ചിമാരുടെ കരച്ചിലാണ്. പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ നിലവിളിക്ക് നേരെ സ്വർഗം കണ്ണും കാതും തുറന്നിരിക്കുന്നു. നമുക്ക് രാഷ്ട്രീയമായ ആയുധങ്ങൾ വേണ്ട, നമുക്ക് സ്വാധീനത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ദൈവത്തോടുള്ള, സിംഹാസനത്തോടുള്ള ബന്ധമുണ്ടെങ്കിൽ ഏത് ചരിത്രത്തെയും നമുക്ക് അനുകൂലമായി മാറ്റിമറിക്കുവാൻ കഴിയും. വിശ്വസിക്കുന്ന കരമുയർത്തി ഹല്ലേലൂയ പറയും. പോരാ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയും. നല്ലതുപോലെ ഒന്ന് പ്രതികരിച്ച് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. ഇതുപോലല്ലോ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇങ്ങനെയാണോ ആരാധിക്കുന്നത്? ഉറക്കെ പറയുന്നേ ഹല്ലേലൂയ. ഇപ്പോൾ ചിലപ്പോഴൊക്കെ പോലീസ് സേനയിൽ സേവനം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട നൈനാൻ സാറിൻ്റെ ഒറ്റ ഹല്ലേലൂയ കേട്ടാൽ മതി, നമ്മളൊക്കെ എന്താ അപ്രസക്തമാവും അല്ലേ? മിണ്ടുന്നില്ല. നൈനാൻ സാർ പിന്നെ ഇച്ചിരി കൺട്രോൾ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യമൊക്കെ അദ്ദേഹം വരുമ്പോൾ വളരെ ഉയർന്ന ശബ്ദത്തിൽ, നമ്മളുടെ ആ ആരാധനാ രീതി കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം കുറച്ച് ഒതുങ്ങിപ്പോകുന്നുണ്ട്. എല്ലാവരും ഒതുങ്ങരുത്, എല്ലാവരും ശബ്ദമുയർത്തി ദൈവത്തെ ആരാധിക്കണം. ഒരിക്കൽ കൂടെ ഈ കണ്ടം തുറന്നില്ലെങ്കിൽ നാളെ നിനക്ക് ആരാധിക്കാൻ കഴിയാതെ വന്നാലോ? അന്ന് നിന്നെ വിമ്മി വിമ്മി കരയാനല്ലേ കഴിയൂ. അപ്പൊ ഇന്ന് ദൈവം ശബ്ദം തന്നിരിക്കുമ്പോ ആ ശബ്ദത്തെ ഉയർത്തി ദൈവത്തെ ആരാധിക്കണ്ടേ? ഹല്ലേലൂയ. എത്ര നാള് നിങ്ങളുടെ കൂടെ നിന്ന് ഇതൊക്കെ പറഞ്ഞ് കടുത്ത കത്തോലിക്ക പട്ടത്ത സഭകളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതൽ നമ്മുടെ സഭയിൽ വരുന്നത്. നമ്മൾക്ക് പണ്ട് മുതലേ ഈ കുർബാനയ്ക്ക് പോയി ഇങ്ങനെ ഈ പരിചയം നമുക്കുള്ളൂ. അതുകൊണ്ട് ആ ദുഷ്ടപിശാച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകണം. ഈ കൈകളിലെ ചങ്ങലകൾ സ്വതന്ത്രമാക്കിയത് ഈ ലോകത്തിലെ ഒരു മനുഷ്യനല്ല. നിന്റെ ജീവിതത്തിൽ നിന്നെ ആമമക്കേണ്ട വിഷയങ്ങളിൽ പോലും നിന്നെ അകത്തിടാതെ ദൈവം പൊന്നുപോലെ കരുണയോടെ കാംക്ഷിച്ചതിന്റെ കാരണം നിന്നെ ദൈവം സ്നേഹിച്ചതുകൊണ്ടും നിന്നെ ദൈവം കണ്ടതുകൊണ്ടുമാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. നീ ജീവിതത്തിൽ തിന്മ ചെയ്യാത്തത് കൊണ്ടല്ല, നീ പിടിക്കപ്പെടാത്തതിന്റെ കാരണം ദൈവം നിന്നോട് കരുണ കാണിച്ചതാണ്. ശക്തികൾ ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ തെറ്റിന് അനുകൂലമായി നിൽക്കുന്നതല്ല, നിന്നെ അവൻ ആഴമായി സ്നേഹിക്കുന്നത് കൊണ്ട് നിന്റെ തിന്മയിൽ നിന്ന് നീ തിരിച്ചു വരാനുള്ള ഒരേ ഒരു മാർഗം അവന്റെ സ്നേഹത്തെ അറിയുക മാത്രമാണെന്ന് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. ഇവിടെ ഒരു മിറക്കിൾ നടക്കുകയാണ്. ഞാൻ തിരിച്ചു വരാൻ വേഗം തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഇന്ന് പ്രതീക്ഷിച്ച പോലെ സജു പാസ്റ്റർ വന്നില്ല. അദ്ദേഹം ഇന്ന് വെളുപ്പിനെ മറ്റാണ് ഫ്ലൈറ്റിൽ വന്നത്. അദ്ദേഹത്തിന് യാത്രാക്ഷീണം ഉണ്ടാകാം. ഏതായാലും ഞാൻ അദ്ദേഹത്തിനൊരു സമയം മാറ്റിവെച്ചിരുന്നു. ഇനി സമയമില്ല, ഇനി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് വചനം കൺക്ലൂഡ് ചെയ്തിട്ട് അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ജൻസൺ ബ്രദറും ഒക്കെ വരും. പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ ഈ കുടുംബത്തിൻ്റെ പ്രശ്നം വീഞ്ഞു തീർന്നു പോയി എന്നുള്ളതാണ്. നമ്മുടെയും പ്രശ്നം സമാനമായ പ്രശ്നം തന്നെയാണ്. വീഞ്ഞില്ല. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഒരു ലഹരിയില്ല, ഒരു വീഞ്ഞില്ല. മക്കളും മാതാപിതാക്കളുടെ ഇടയിൽ മറ്റേ ഈ കോമഡി സിനിമയിലെ അല്ലെങ്കിൽ എന്നാ പറയുന്നത് ഈ അവാർഡ് സിനിമയിലെ രംഗം പോലെയാണ്. എവിടെ പോവുക, ഒരു മോളിച്ച് സംഗതിയെല്ലാം ഒതുങ്ങി. പ്രൈസ് ദി ലോർഡ്. കാരണം വീഞ്ഞില്ല. പോക്കറ്റിൽ പണമില്ലാതെ വന്നു കഴിയുമ്പോൾ വീഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ പോക്കറ്റ് കാലിയാണെങ്കിലും നിന്റെ ആവശ്യങ്ങളൊക്കെ അത്ഭുതകരമായി നടത്തുവാൻ ഒരു തമ്പുരാൻ നിനക്കുണ്ട്. നിന്റെ വീഞ്ഞ് തീർന്നു പോകില്ല. നിന്റെ ലഹരി തീരണ്ട. അവനോടുള്ള നിന്റെ സ്നേഹം തീരണ്ട. അവൻ തീർക്കുന്നില്ലല്ലോ. നീ ജീവിതത്തിൽ പിൻവാങ്ങി പോകാമെന്ന് കരുതുന്ന നിമിഷങ്ങളിലും അവൻ ഇറങ്ങി വന്ന് നിന്നെ അവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നീ ജീവിതത്തിൽ അവൻ നിന്നെ ഇനി ഒരിക്കലും രക്ഷിക്കുകയില്ലെന്ന് കരുതിയ നിമിഷങ്ങളിൽ 4-ാം യാമത്തിൽ ഏതു പ്രശ്നത്തിന്മേൽ നീ വേദനിച്ചോ അതേ പ്രശ്നത്തിന്റെ മുകളിലൂടെ നടന്നവൻ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നില്ലേ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഏറ്റവും ഹോപ്പ്ലെസ് ആയിട്ടുള്ള നിലകളിലാണ്, സമയങ്ങളിലാണ് യേശു വെളിപ്പെടാറുള്ളത്. കാരണം നിനക്കിനി ഒരു മനുഷ്യനെയും ഫോൺ വിളിക്കാനില്ല, ഇനി ആരെയും വിളിക്കാനില്ല, ആരും വരാറില്ല, വരാൻ സാധ്യതയില്ല. നിനക്ക് ചുറ്റും ചോദ്യശരങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നോട് കർത്താവ് പറയുന്നു, നിന്റെ അത്ഭുതം അധികം താമസിയാതെ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ട് നീ പകച്ചു പോകരുത്. ഈ വെള്ളത്തിന്റെ മുകളിൽ നടന്നു വരുന്ന യേശുവിനെ കണ്ട് അവർ വിളിച്ചു പറഞ്ഞ ഗോസ്റ്റ്, ഭൂതമെന്നാണ്.
നിന്റെ അത്ഭുതം, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ കാണുമ്പോൾ നീ പകച്ചു പോകും. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? നീ അത്ഭുതം കണ്ടപ്പോൾ, യേശുവിന്റെ അത്ഭുതം കണ്ടവർക്കറിയാം, ദൈവമേ എന്ന് നീ നിലവിളിച്ചു പോയിട്ടുണ്ട്, നീ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നിന്റെ അത്ഭുതത്തിന്റെ ഓരോ നിമിഷവും നിന്നെ പകച്ച് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെ അത്ഭുതമെന്ന് വിളിക്കുന്നത്. അത്ഭുതമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിന് ചിന്തിക്കാൻ കഴിയാത്ത മണ്ഡലത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. കാരണം ഇത് ഹല്ലേലൂയ പറഞ്ഞേ, ദൈവപ്രവൃത്തി വെളിപ്പെടുക. സജു പാസ്റ്റർ വന്നു, വെൽക്കം. ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങളടിച്ച് നമുക്ക് സഭയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമ്മുടെ ദുബായ് സഭയിലെ ചർച്ച് ഓഫ് ഇറ്റേണിറ്റിയുടെ പാസ്റ്ററാണ് അദ്ദേഹം. തിരുവത്താഴ് ശുശ്രൂഷ അദ്ദേഹം ചെയ്യുമായിരിക്കും. ഞാൻ അദ്ദേഹത്തിന് സമയം നേരത്തെ കൊടുത്തായിരുന്നു, 45 മിനിറ്റ്. കണ്ടായിരുന്നോ അറിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ക്ഷമിക്കുക. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറഞ്ഞു ഹല്ലേലൂയ. നല്ല ഉയർന്ന ശബ്ദത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? യഹോവയ്ക്ക്, ദൈവത്തിന് സ്തുതി എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ചിലരുണ്ട് പ്രൈസ് ദി ലോർഡ്, ലോഡെന്നാ പറയണ്ടേ, ലോണിനല്ല നീ സ്തുതി കൊടുക്കേണ്ടത്. ചിലർ പറഞ്ഞേറ്റാ പ്രൈസ് ദ ലോൺ. സംഗതി ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇനി അറിയാം പ്രൈസ് ദ ലോഡ്. ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ മലയാളത്തിൽ അതാണ്. ഞാൻ കർത്താവിന് സ്തുതി എന്നാണ്, ഞാൻ ആരാധിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തെറ്റിപ്പോകരുത്. പറയുമ്പോൾ ശരിയായി പറയാം ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ലോകത്തിൽ എല്ലാ ഭാഷകളിലുള്ള മനുഷ്യർ പറയുന്ന ഒരേ ഒരു വാക്ക് ഹല്ലേലൂയ എന്നതാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും കേൾക്കാൻ പോകുന്നത് ഹല്ലേലൂയ 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 എന്ന ശബ്ദമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഹീബ്രു പഠിക്കാൻ പോകണ്ട. ജർമ്മനിക്ക് പോകണമെങ്കിൽ ജർമ്മൻ പഠിക്കണം. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഹീബ്രു പഠിക്കാനൊന്നും പോകണ്ട. അത് ഓൾറെഡി ദൈവം തന്നു കഴിഞ്ഞാൽ ഒറ്റ ഭാഷ മാത്രം, ഒറ്റ സ്തുതി മാത്രം. ഒരു ദൈവഭക്തന്റെ നാവിൽ എപ്പോഴും സ്തുതിയുണ്ട്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. യഹോവയെ നാം ഒന്നു ചേർന്ന് മഹത്വപ്പെടുത്തുക എന്ന ദൈവവചനം. കർമ്മത്തി ഹല്ലേലൂയ പറഞ്ഞേ. എന്നെ കൊണ്ട് ഞാൻ പറയിക്കരുത്, നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേ. നൈനാൻ സാറിനെ കൊണ്ടുവന്ന് ഒരു ദിവസം ക്ലാസ് എടുപ്പിക്കണമെന്നാണ് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഹല്ലേലൂയ പറയേണ്ടതെന്ന്. ആൻസി സഹോദരി സുവിശേഷം പറഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലേക്കും സ്നാനത്തിലേക്കും ദൈവസഭയിലേക്കും ചേർന്ന് നിൽക്കാൻ ദൈവം ഒരുക്കിയ ഒരു കർത്താവിൻ്റെ മകനാണ് മാത്യു നൈനാൻ സാറ്. അഭിമാനത്തോടെ നമുക്ക് വിളിച്ചു പറയാം, ചർച്ച് ഓഫ് ഇറ്റേണിറ്റിയുടെ ഭാഗമായി അദ്ദേഹം മാറുകയാണ്. അദ്ദേഹം നമ്മുടെ കൂടെ ഭാഗമായി മാറുമ്പോൾ ഇന്നു മുതൽ അദ്ദേഹം തിരുവത്താഴ് ശുശ്രൂഷയിലൊക്കെ സഹകരിക്കുകയും അതൊക്കെ എടുത്തുകൊണ്ടുപോയി കൊടുക്കാനൊക്കെ അദ്ദേഹം നമ്മുടെ കൂടെ കൂടും. റോബിൻ കുട്ടനും നമ്മുടെ ചർച്ചിൽ വർഷിപ്പിന് വേണ്ടി നമുക്ക് കർത്താവ് കുഞ്ഞിനെ തരിക. അവരുടെ കുടുംബമായി അവർ അധികം താമസിയാതെ സ്നാനപ്പെടാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. ഇത് സ്നാനപ്പെടുന്നത് വെറുതെയല്ല. ഇവരുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്, നടക്കുമെന്ന് അവർക്കറിയാം. ഇത് ജീവനുള്ള ദൈവമാണെന്നും അവൻ അത്ഭുത മന്ത്രിയാണെന്നും അവർക്കറിയാവുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം ചിലപ്പോഴൊക്കെ നമുക്ക് തക്ക സമയത്ത് വരുന്നതായി തോന്നുകയില്ലെങ്കിലും പക്ഷെ കർത്താവ് വരും തൻ്റെ സമയത്ത്. ഒരു കാര്യം, ഈ മറിയയുടെ ജീവിതത്തിൽ യേശു ഈ പ്രാർത്ഥനയെ നിരസിച്ചെങ്കിലും തീർച്ചയായിട്ടും യേശു അവളുടെ പ്രാർത്ഥനയെ പിന്നീട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് യേശു അവൾ പറഞ്ഞ എല്ലാ അവകാശവാദങ്ങളും തന്നെക്കുറിച്ചുള്ളത് പൊള്ളയായതല്ല, ശരിയാണ് എന്നവൾ ദൈവം തെളിയിക്കുകയാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ച്. ഇവിടെ ഞാനോ ഏതെങ്കിലും ദൈവത്തിന്റെ ദാസന്മാരോ ദാസിമാരോ നിന്ന് പറയുന്ന പ്രസംഗിക്കുന്ന കാര്യങ്ങളിൽ യേശു മരിച്ചവനെ ഉയർപ്പിക്കും, യേശു രോഗിയെ സുഖപ്പെടുത്തും, അവൻ ദുഃഖിതരെ ആശ്വസിപ്പിക്കും, അവൻ ഭൂതങ്ങളെ ബഹിഷ്കരിക്കും, അവൻ തീർച്ചയായിട്ടും നിനക്ക് വിടുതൽ തരും, നിന്റെ സാമ്പത്തിക പ്രശ്നത്തെ അവൻ മാറ്റുമെന്ന് പറഞ്ഞാൽ ചിലർക്കത് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നതിനെ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ സാധൂകരിച്ചിട്ടുണ്ട് ദൈവം. ഇനിയും അവൻ സാധൂകരിക്കും. കാരണം ഈ വചനം നമ്മുടേതല്ല, ഇത് ദൈവത്തിൻ്റെതാണ്. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ വിശ്വാസത്തോടെ? എൻ്റെ കടബാധ്യത മാറും, എൻ്റെ പ്രശ്നങ്ങൾ മാറും, എൻ്റെ ലോൺ സാങ്ഷൻ ആകും, ദൈവം അതിനെ കൗണ്ടർ സൈൻ ചെയ്യിപ്പിക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, എൻ്റെ വിസ ഒക്കെ ആകും, എൻ്റെ കുടുംബത്തിലെ അസമാധാനം മാറും, എൻ്റെ പ്രിയന്റെ മദ്യപാനം മാറും, ഇവിടുത്തെ തകർച്ചകൾ മാറും. ഞങ്ങൾ കുടുംബമായി ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ നിവർന്നു നിന്ന് യേശുവിനെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതിനുശേഷം ആരാധനയിലേക്ക് കിടക്കാം. യേശു എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം കർത്താവ് കൃത്യമായി നിറവേറ്റിയ ദൈവമാണ്. ഇവിടെ മലിനമായ ജലത്തിലേക്ക് നല്ല ശുദ്ധജലമൊഴിച്ചു. ഒരിക്കലും ഇത് വീഞ്ഞായി തീരാനുള്ള സാധ്യതയില്ല. ഈ പ്രോസസ്സ് വളരെ പെട്ടെന്നാണ്.
വീഞ്ഞ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മുന്തിരി ചക്കിൻ്റെ അകത്ത് വെച്ച് മുന്തിരി അതിനെ ഞെരുക്കി അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ആ ഒരു ജ്യൂസ്, അതിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു എന്താ പറയുന്നത് ജ്യൂസ്, അതെടുത്തിട്ട് അരിച്ചോ അല്ലെങ്കിൽ മറ്റ് ചില സംസ്കരണ പരിപാടികൾ ചെയ്ത് ഒരു പാത്രത്തിലാക്കി വർഷങ്ങളോളം അവർ ഭൂമിക്കടിയിൽ സൂക്ഷിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, നല്ല വീഞ്ഞ് ഏറ്റവും പഴക്കമേറിയതാണ്. ഏറ്റവും പഴക്കമേറിയ വീഞ്ഞ് ഭൂമിക്കടിയിൽ എത്രയും കാലം സൂക്ഷിക്കാൻ കഴിയുമോ അത്രയും വീര്യം കൂടുതലാണ്. പ്രിയപ്പെട്ട സഹോദര, എന്നാൽ ഒരു സെക്കൻഡിനുള്ളിൽ, ഒരു മിനിറ്റിനുള്ളിൽ ദൈവം വെള്ളത്തെ വീഞ്ഞാക്കുകയാണ് എന്ന് പറഞ്ഞതിൻ്റെ ആത്മീക അർത്ഥം എന്താണെന്നറിയാവോ? നിങ്ങളും ഞാനും പ്രതീക്ഷിക്കുന്ന അത്ര പ്രോസസ്സിന്റെ സമയം ദൈവത്തിന് വേണ്ട. ദൈവത്തിന് പ്രോസസ്സ് ചെയ്യാൻ ഒരു സെക്കൻഡ് മതി. ദൈവത്തിന്റെ അത്ഭുതം വരാൻ ഒരു മിനിറ്റ് മതി. ഒന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ തമ്പുരാൻ അത്ഭുതം ചെയ്യാൻ മതിയായവനെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? മരിച്ച ഒരു മനുഷ്യന്റെ മേൽ നീ കരം വെച്ചാൽ അതിനെ ഉയർപ്പിക്കാൻ എന്റെ ദൈവം സെക്കൻഡുകൾക്കുള്ളിൽ അതിനെ എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇതൊരു ചലഞ്ചാണ്. നമ്മളെ ദൈവം വിളിച്ചത് വെറുതെ കൈകൊട്ടി പാട്ട് പാടുക, വെള്ളവസ്ത്രം ധരിക്കുക, സഭയിൽ വന്ന് ആരാധനയിൽ പങ്കെടുക്കുക, തിരുവത്താഴത്തിൽ പങ്കെടുക്കുക, മടങ്ങിപ്പോവുക എന്നതല്ല. നമ്മളെ കർത്താവിന്റെ വിശ്വസ്ത സാക്ഷികളായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. യേശു പറഞ്ഞ ഓരോ അവകാശവാദങ്ങളെയും തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കും എനിക്കും ഉണ്ട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. യേശു മരിച്ചവനെ ഉയർപ്പിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ മരിച്ചവനെ നിന്നിലൂടെ ഉയർപ്പിക്കേണ്ടത് ദൈവത്തിന്റെ കടമയാണ്. അത് ദൈവത്തിന് നീ കൊടുക്കുന്ന സാക്ഷ്യമാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. നിന്നിലൂടെ യേശു പറഞ്ഞ അവകാശവാദങ്ങൾ, യേശുവാണ് സത്യദൈവവും നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അവൻ അനേകർക്ക് സത്യദൈവമായി തീരണം. നിന്നിലൂടെ നിത്യജീവനായി തീരണം. നിന്നിലൂടെ അവൻ അത്ഭുത മന്ത്രിയാണെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി അവൻ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവൻ അത്ഭുത മന്ത്രിയാണെന്ന് പറഞ്ഞാൽ നിന്നിലൂടെ അവന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടണം. അവൻ സമാധാന പ്രഭു. നീ ഒരു ഭവനത്തിൽ ചെന്ന് സമാധാനം ആശംസിച്ചാൽ ആ ഭവനത്തിന് സമാധാനം ഇരിക്കണം. ഹല്ലേലൂയ. അവൻ വീരനാം ദൈവമാ. നിനക്ക് വേണ്ടി വീരനായി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുന്ന വീരനാം പോരാളിയാണ് ഈ ദൈവം. നിനക്കെതിരെ എത്ര മാന്ത്രിക വിദ്യകൾ, എത്ര മന്ത്രവാദികൾ മന്ത്രം ചെയ്താലും ഫലിക്കയില്ല. കാരണം നിന്റെ ദൈവം അത്യുന്നതനായ ദൈവമാണ്. എൽ എലിയോൻ, സർവശക്തനായ ഓൾമൈറ്റി ഗോഡാണ് നമ്മുടെ ദൈവം. അവൻ സർവശക്തനാണ്. അവന് കഴിയാത്തതായി ഒന്നുമേ ഇല്ല. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എൻ്റെ ദൈവം സർവശക്തനാണ്, അവന് കഴിയാത്തതായി ഒന്നുമില്ല. ഫലിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവ മക്കളും തന്മുൻപിൽ ഫലിക്കയില്ല. ഈ കഴിഞ്ഞ ദിവസം 16ാമത്തെ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു, സോബിൻ സുമി ദമ്പതികൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തിരിക്കുകയാണ്. ആ കുഞ്ഞിനെതിരെ വളരെ ശക്തമായ ഫൈറ്റുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ ആ സഹോദരിക്കുണ്ടായി. ഹോസ്പിറ്റലൈസ് ആകുകയൊക്കെ ചെയ്തു. പക്ഷേ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ദൈവം കരുണാമയനാണ്. വളരെ ശക്തമായ നെഗറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ആ സഹോദരിയുടെ വീട്ടിലുണ്ട്. അത്രയും ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. വളരെ ശക്തമായ ഡാർക്ക്നെസ് ആ വീട്ടിൻ്റെ അകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിൽ ആത്മാവിൽ സത്യത്തിലും പ്രാർത്ഥിക്കുന്ന ഒരു 3 പേരുണ്ടെങ്കിൽ മറുഭാഗത്ത് ഒരാൾ ഇരുന്ന് ലോകത്തിൻ്റെതായ ഇരുട്ടിൻ്റെ അകത്താണ് ആ വ്യക്തി വ്യാപരിക്കുന്നത്. ഇത്രയും പറഞ്ഞു നിർത്താം. അതുകൊണ്ട് പല അറ്റാക്കുകൾ ആ സഹോദരിയുടെ കുഞ്ഞിൻ്റെ ഉദരത്തിൻ്റെ മേലുണ്ട്. പക്ഷെ സ്വർഗത്തിലെ തമ്പുരാൻ വിശ്വസ്തനാണ്. 3ാം മാസത്തിലേക്ക് കിടക്കുന്ന സഹോദരിയുടെ ഉദരത്തിൽ നിന്ന് ഒരു നല്ല അത്ഭുത ശിശുവിനെ കൊടുക്കുവാൻ സ്വർഗം വിശ്വസ്തനാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ അവരെ കണ്ടപ്പോൾ അവർക്ക് പറഞ്ഞു, നിങ്ങൾക്ക് പെൺകുട്ടിയാണോ ഇഷ്ടം? ആണ്. അങ്ങനെയാണ് ഒരു പെങ്കൊച്ചിൻ്റെ ഉടുപ്പ് മേടിച്ച് നിങ്ങൾ വീട്ടിൽ വെച്ച് അത് അടുക്കി പെട്ടിക്കകത്ത് സൂക്ഷിക്കുക. കുഞ്ഞുണ്ടാകുമ്പോൾ കുഞ്ഞിന് ഇടിയിക്കാൻ വേണ്ടിയാണ്. അവരങ്ങനെ മേടിച്ചു വെച്ചു. കുറേ വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം ഇവർ ഈ ഉടുപ്പെടുത്തിട്ട് നോക്കുമ്പോൾ ഇത് ഇത് കുറെ പഴകിയതായതുകൊണ്ടൊന്ന് അലക്കിയേക്കാമെന്ന് കരുതി അവർ അലക്കിയിട്ട് അത് തോരാൻ വേണ്ടി ഒരയയിലിട്ടു. അയയിലിട്ട് ഉണങ്ങാനുള്ള സമയം ഇഷ്ടം പോലെ കടന്നുപോയി. ഉണങ്ങി. അതിനുശേഷം ഈ വസ്ത്രം വീണ്ടും എടുത്തു വെച്ചേക്കാമെന്ന് നോക്കുമ്പോൾ 2-3 ദിവസമായി അതിൻ്റെ അകത്ത് നിന്ന് തുള്ളിയായി പിന്നെയും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാസങ്ങളായി ആ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സമയം അടുത്തിരിക്കുകയാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത് എന്തോ ചെയ്യാൻ വേണ്ടി. ഒരുപക്ഷെ ഇവരുടെ മനസ്സ് അവിശ്വാസത്താൽ മരവിച്ചു പോയിട്ടുണ്ടാകാം. ലോകത്തിലുള്ള മനുഷ്യർ പലതും പറയുമ്പോൾ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ തമ്പുരാൻ ഒരു വാഗ്ദത്തം കൊടുത്താൽ അതിനെ നിറവേറ്റുവാൻ വിശ്വസ്തനാണ്. 16ാമത്തെ വർഷത്തിൽ ആ കുഞ്ഞ് അവരുടെ ആ സഹോദരി ഇപ്പോൾ കൺസീവ്ഡ് ആയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായത് സ്വർഗത്തിലെ തമ്പുരാൻ മതിയായ ദൈവമാണ്.
നമ്മുടെ കൂട്ടായ്മയിൽ വന്നുകൊണ്ടിരുന്ന 58 വയസ്സ് പ്രായമുള്ള അന്നമ്മ എന്ന് പറയുന്ന സഹോദരിക്ക് ഈ വയസ്സനാം കാലത്ത് ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ആ കൊച്ച് 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുകയാണ്. അവൻ്റെ പേര് ഐവിൻ എന്നാണ്. ഒരു ഡോക്ടറാണ് ആ പേരിട്ടത്. അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെയും കൂടെ പേര് ചേർത്ത് ഇട്ടതാണ്. എപ്പോൾ രോഗം വന്നാലും അവർ വിളിക്കുന്നത് കൂട്ടായ്മയാണ്. കാരണം ജീവിക്കുന്ന ഒരു ദൈവത്തെ അവൻ അനുഭവിച്ചിരിക്കുകയാണ്. അവനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് നിന്നെ ദൈവം ഞങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ കിട്ടിയതെന്നാണ്. അവൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ, ആ സ്കൂളിൽ അവൻ്റെ അധ്യാപകരോട് അവൻ പറയുന്നത് എന്നെ അമ്മച്ചിക്ക് പ്രാർത്ഥിച്ച് കിട്ടിയതാണെന്നാണ്. അപ്പോൾ അധ്യാപകർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ഉടനെ അവർ പറയാ നിങ്ങളുടെ പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറയണം ഞങ്ങൾക്കും വേണ്ടിയെന്ന്. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരമയക്കുന്ന ദൈവമാണ്. നമ്മുടെ മനസ്സിന്റെ മൈൻഡ് സെറ്റുകൾ വിശാലപ്പെടുത്തിയാൽ, വിപുലപ്പെടുത്തിയാൽ ഈ ദൈവം അത്ഭുതമന്ത്രിയ നിന്റെ ടെറിട്ടറി ദൈവം വർദ്ധിപ്പിക്കാൻ മതിയായവനാണ്. യബ്ബേസിന്റെ അതിരുകളെ വർദ്ധിപ്പിച്ചതുപോലെ നീ വെറും ഒരു ചെറിയ ടെറിട്ടറിക്കകത്ത് ഒതുങ്ങേണ്ടവനല്ല. നിന്നെ സ്വർഗത്തിലെ തമ്പുരാൻ പൊതുക്കിയെടുത്ത് അനുഗ്രഹിച്ചുയർത്തുവാൻ ദൈവം മതിയായവനാണ്. നിങ്ങളുടെ മനസ്സ് എത്രമാത്രം വിശാലമാകുമോ അത്രയും വലിയ അത്ഭുതമായി ദൈവത്തിന് ചെയ്യാൻ കഴിയും. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അതിനെ വിശ്വാസം എന്ന് പറയുന്നു. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാണ്. ഒരു വീടില്ലാത്ത നിനക്ക് വീട് തരുമെന്ന് ദൈവത്തിൽ ആശയ്ക്ക് വിരോധമായി വിശ്വസിച്ചാൽ ദൈവം അത് തരുവാൻ മതിയായവനാണ്. വൈദ്യശാസ്ത്രത്തിന് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയാത്ത രോഗത്തെ സുഖപ്പെടുത്താൻ യേശു മതിയായവനെന്ന് നീ വിശ്വസിച്ചാൽ അത് ചെയ്യാൻ ദൈവം മതിയായവനാണ്. പറഞ്ഞു ഹല്ലേലൂയ. ഒരു പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചത് യേശു ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾ കണ്ടപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും വിശ്വാസം ജനിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കും എനിക്കും കാണാതെ ഇങ്ങനെ ഇരുന്ന് വിശ്വസിച്ചോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം പ്രവർത്തിക്കണം. അതിനുവേണ്ടി ദൈവം ചില മനുഷ്യരെ നിയോഗിച്ചിട്ടുണ്ട്. അവർ കൈവച്ചാൽ രോഗികൾ സുഖപ്പെടാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം അവരുടെ ഉള്ളിൽ യേശു ഉണ്ടെന്നും യേശു മരിച്ചിട്ടില്ല. ലോകം പറയുന്ന നുണ അതാണ്. എന്നാൽ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ്. ആ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ആത്മാവ് നിന്നിലും എന്നിലും വസിക്കുന്നു. അതുകൊണ്ടാണ് രോഗി സുഖപ്പെടുന്നത്, മരിച്ചവനെ ഉയർക്കുന്നത്, ദരിദ്രന്മാർ സമ്പന്നനാകുന്നത്, ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരെ എല്ലാം ഉള്ളവനാക്കി മാറ്റുന്നത്. He was nothing, but he is something now. എന്തുകൊണ്ട് അവനെ ചില സംതിങ് ആക്കി മാറ്റിയത്? സ്വർഗത്തിലെ അഭിഷേകം അവന് മേൽ വ്യാപരിച്ചതുകൊണ്ടാണ്. നഷ്ടപ്പെടാൻ പോകുന്നവരെ, പ്രിയപ്പെട്ടവരെ, ജീവിതം തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മ ഇന്ന് നിങ്ങൾ ഇവിടെ വന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എത്ര കനത്ത തോൽവിയിലാണെങ്കിലും ദൈവം വലിയൊരു ജയം നിന്റെ മേൽ തരാൻ പോവുകയാണ്. നിന്റെ ജീവിതം ഒരു ജയോത്സവമായി മാറാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരമടിച്ച് ദൈവത്തെ നമുക്കിപ്പോൾ മഹത്വപ്പെടുത്താം. നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം.